ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന പരിശോധനകളിൽ ലഹരി വസ്തുക്കൾ ഉൾപ്പെടെ 9,000 കോടി രൂപയുടെ വസ്തുക്കൾ പിടിച്ചെടുത്തതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാരെ വശത്താക്കുന്നതിനായി കൊണ്ടുവന്ന ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. മദ്യവും മയക്കുമരുന്നും കൂടാതെ പണവും പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ജൂൺ 3-ന് സ്കൂളുകൾ തുറക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാനത്ത് മെയ് 25-ന് സ്കൂളുകളിൽ ശുചീകരണ ദിനം ആചരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ശുചീകരണ പ്രവർത്തനങ്ങളിൽ എല്ലാ സംഘടനകളും പങ്കാളികളാകണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. സ്കൂൾ പരിസരം, ക്ലാസ് മുറികൾ, ടോയ്ലറ്റ്, കുട്ടികൾ ഉപയോഗിക്കുന്ന മറ്റു പൊതുവായ സ്ഥലങ്ങൾ എന്നിവയെല്ലാം വൃത്തിയാക്കണം. പത്തനംതിട്ട തിരുവല്ല നിരണം ഗ്രാമപഞ്ചായത്തിലെ 11-ാം വാർഡിൽ താറാവുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ഈ പ്രദേശത്തു നിന്നും 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങളിൽ താറാവ്, കോഴി, കാട, മറ്റു വളർത്തുപക്ഷികൾ ഇവയുടെ മുട്ട, ഇറച്ചി, കാഷ്ടം എന്നിവയുടെ ഉപയോഗവും വിപണനവും ജൂൺ 7 വരെ നിരോധിച്ച് ഉത്തരവായി. മൃഗസംരക്ഷണ വകുപ്പിന്റെ ആക്ഷൻ പ്ലാൻ പ്രകാരമുള്ള തയ്യാറെടുപ്പുകളും രോഗനിയന്ത്രണ നടപടികളും കർശനമായി നടപ്പാക്കുന്നുണ്ടെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഉറപ്പുവരുത്തണം. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. കുട്ടി ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. മലപ്പുറം മൂന്നിയൂർ പഞ്ചായത്തിലെ 5 വയസ്സുള്ള കുട്ടിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 2 IPL സീസണുകളിൽ 700-ലധികം റൺസ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി വിരാട് കോഹ്ലി. ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മത്സരത്തിൽ 29 പന്തിൽ നിന്ന് 47 റൺസ് എടുത്താണ് അപൂർവ നേട്ടം വിരാട് കോഹ്ലി സ്വന്തമാക്കിയത്. ഒരു IPL സീസണിലെ ഉയർന്ന സ്ട്രൈക്ക് നിരക്കായ 155.60 നേട്ടവും വിരാട് സ്വന്തമാക്കിയിട്ടുണ്ട്. 2016-ലെ IPL സീസണിൽ 16 മത്സരങ്ങളിൽ നിന്നായി കോഹ്ലി 973 റൺസ് നേടിയിരുന്നു.